ഈ കാമദേവന്റെ 5 പുഷ്പബാണങ്ങളുണ്ടല്ലോ. അതില് ഒരു പുഷ്പം മാമ്പൂവാണെന്ന് നിങ്ങൾക്കറിയോ? എനിക്കറിയില്ലായിരുന്നു. അതുപോലെ 1968 വരെ ചൈനയില് മാങ്ങ എന്നുള്ള മാമ്പഴം ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയോ? എനിക്കറിയില്ലായിരുന്നു. ഇൻഫാക്ട് 1968ലാണ് പാകിസ്ഥാനിന്ന് ഒരു ഉപഹാരമായിട്ട് ചെയർമാൻ മാവോക്ക് ഈ മാമ്പഴം കൊടുക്കുന്നത്. അപ്പം അതിനുശേഷം മാങ്ങ ചൈനയിൽ വളരെ ഫേമസ് ആയി. ഇപ്പോൾ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ മാംഗോ എക്സ്പോർട്ടേഴ്സ് ചൈനയാണ്. ഇങ്ങനെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് നമ്മുടെ എം സ്വരാജ് എഴുതിയിട്ടുള്ള പൂക്കളുടെ പുസ്തകം. ഈ പുസ്തകത്തിന് പൂക്കളുടെ പുസ്തകം എന്ന് പേര് വരാൻ കാരണം എന്താണെങ്കിൽ ഇതിൽ ഓരോ ചാപ്റ്ററും ഓരോ പൂവിനെ കുറിച്ചാണ്. അതിൽ റോസ് ഉണ്ട്, പോപ്പി ഉണ്ട്, മാമ്പൂവുണ്ട്, പലതരം പുഷ്പങ്ങളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതായത് ഓരോ പൂവിൻ്റെയും ചരിത്രം, ആ പൂവിൻ്റെ പേരിൽ നടന്ന യുദ്ധങ്ങൾ, ആ പൂവ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഔഷധങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് പൂക്കളുടെ പുസ്തകം. അതുപോലെ ഇത് വെറുതെ ഓരോ പൂക്കളെ കുറിച്ചൊരു റിസർച്ച് പോലെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമല്ല. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ പൂക്കളെയും കുറിച്ച് സ്വരാജിനുള്ള കാഴ്ചപ്പാട്, അദ്ദേഹം എങ്ങനെ ആ പൂവിനെ കുറിച്ച് ആദ്യം കേട്ടു, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്വാഗത പ്രസംഗത്തിന് അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു ബൊക്കെ കിട്ടി. അപ്പോൾ അതിലൊരു പുഷ്പം കണ്ടു. അതിൻ്റെ പേര് കാർനേസിയ എന്നാണ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പിന്നെ അത് ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ ആ പൂവിൻ്റെ ചരിത്രം തേടിയിട്ടുള്ള യാത്രയാണ്. അതുപോലെ മാമ്പൂവിനെ കുറിച്ച് പറയുമ്പോൾ ഈ മാമ്പഴം എന്നുള്ള കവിതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒരു ഡ്രൈ റിസർച്ച് പോലെ അല്ലാണ്ട് വളരെ പേഴ്സണലായിട്ട് കണക്ട് ചെയ്ത് എഴുതിയിട്ടുള്ള പലതരം പൂക്കളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതിപ്പോൾ DC ബുക്സിൽ അവൈലബിൾ ആണ്. വളരെ ചെറിയ പുസ്തകമാണ്, 100ഓളം പേജുകളേ ഉള്ളൂ. തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങി വായിക്കുക, അല്ലെങ്കിൽ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ എടുത്തിട്ട് വായിക്കുക. താങ്ക് യു.